അതുകൊണ്ടാണല്ലോ ഗോവിന്ദൻ മാഷ RSSകാരനായ ഗവർണറെ പുകഴ്ത്തിയത്. പണി പാളും എന്നറിയുമ്പോൾ ക്രൗര്യവും ശൗര്യവും എല്ലാം കണ്ടം വഴി ഓടും. കാതുകുത്തിയവൻ പോയി കടുക്കനിട്ടവനെ പ്രതീക്ഷിച്ച് വടിവാളും കുന്തവുമായി കാത്തുനിന്ന ഗോവിന്ദൻ്റെ ആളുകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിരാശരമായി അമ്പരക്കുകയും ചെയ്തു. ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പുതിയ ഗവർണർ മുഴുവനായിട്ട് അങ്ങോട്ട് വായിച്ചു. കഴിഞ്ഞ ഗവർണർ വെറും 1.5 മിനിറ്റാണ് നയപ്രഖ്യാപനം വായിക്കാൻ സമയമെടുത്തത്. അതിൻ്റെ ശോഭ അങ്ങോട്ട് കെടുത്തി എന്നായിരുന്നു കമൻ്റെങ്കിൽ ഇവിടെ ആർലേകർക്ക് പാർട്ടി മുഖപത്രത്തിൽ പ്രശംസയാണ് പ്രശംസ. ഇതിലൊക്കെ ബ്ലിങ്കിന് ഒരു സംശയം മാത്രമാട്ടോ കാണുന്നത്. അതായത് ഉത്തമ, ഈ സുനാമിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ വാനവും കടലും ഒക്കെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. കടലുള്ളിലേക്ക് വലിയുക, ചക്രവാളത്തിൻ്റെ നിറം മാറുക, പ്രകൃതി മൊത്തത്തിലൊരു ഇരുണ്ട് വരിക എന്നൊക്കെ. ഇതും ചില ലക്ഷണങ്ങളല്ലേ എന്നൊരു സംശയം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കണ്ടാലറിയാത്തവന് കൊണ്ടാലറിയാം. കാത്തിരിക്കാൻ നമുക്ക്. വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം.